വാർത്തകളിലേക്ക് മടങ്ങി വരികയാണ്. വീണ്ടും ഭാരതാംബ ചിത്രം കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിലും ഭാരതാംബ ചിത്രം നീക്കാൻ ആവശ്യപ്പെടുമെന്ന് രജിസ്ട്രാർ വ്യക്തമാക്കി. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, വീണ്ടും ഒരു വലിയ വിവാദത്തിനുള്ള തുടക്കമാണോ? വലിയ തോതിൽ സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിൽ നിലനിൽക്കുന്ന ചേരിപ്പോരുകൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒക്കെ വീണ്ടും ഒരു ഇടം കൂടി ഉണ്ടാവുകയാണ്, ഒരു വേദി കൂടി ഉണ്ടാവുകയാണ്. അങ്ങനെ തന്നെയാണ്. കാരണം ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടി അവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ വേദിയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുള്ളത്. കാരണം ഇത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ സംഘാടകർ പറയുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ആദരവോടുകൂടി തുടങ്ങാൻ കഴിയും. ഭാരതമാതാവ് എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, ഭാരതത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ള ഒരു അവകാശവാദമാണ് നേരത്തെ നമ്മൾ സംസാരിച്ച സംഘാടകൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുവാദം എടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തീരുമാനം അങ്ങനെയല്ല എന്നാണ് അറിയുന്നത്. എന്തായാലും അപ്പോൾ ആ ഘട്ടത്തിൽ എന്തായാലും ഈ ഫോട്ടോ വെച്ചതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത് മാറ്റണം എന്നുള്ള ആവശ്യം ഉണ്ടായിട്ടുണ്ട്. സംഘാടകർ പൂർണ്ണമായി പറഞ്ഞത് ഇത്തരം ഒരു പ്രതീകം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല. ഫ്ലെക്സിൽ കാണാം ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഇത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. നമുക്ക് BJP നേതാക്കളുണ്ട്, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. പരിപാടിയിൽ ഇപ്പോൾ എന്തായാലും പ്രതികരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. BJP നേതാക്കൾ മുൻനിരയിൽ തന്നെയുണ്ട്. അവരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. എന്തായാലും ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ ചിത്രം വിവാദത്തിലാവുകയാണ് പരിപാടി. അല്ല, ഇത് ബോധപൂർവം ഈ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷവും ബോധപൂർവം നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഇപ്പോൾ നമുക്ക് രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യവും മൗലികാവകാശവും പൗരാവകാശവും ഒക്കെ ഒന്ന് കുഴിച്ചു മൂടിയിട്ടുള്ള അടിയന്തരാവസ്ഥയെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക. അടിയന്തരാവസ്ഥയെക്കുറിച്ച്, അതിനെതിരെ നടന്ന പോരാട്ടത്തെക്കുറിച്ച് ജനാധിപത്യ വിശ്വാസികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്മനാഭ സേവാ സമിതിയാണ് ഇതിൻ്റെ സംഘാടകർ. പക്ഷേ അവിടെ അതിനെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ഈ ഭാരതാംബയെ അവഹേളിക്കുക എന്ന് പറയുന്നത് തനി രാജ്യദ്രോഹം ഇവിടെ നടക്കുന്ന. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ, ഈ ഭാരതാംബയുടെ പേരിൽ കേരളത്തിൽ നടക്കുന്നത് തനി രാജ്യദ്രോഹമാണ്. അത് സർക്കാർ സ്പോൺസേഡ് ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ദേശവിരുദ്ധ മനോഭാവം ഉണ്ടാക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. ഇപ്പോൾ എന്തായാലും കാവിക്കോടി ഏന്തിയത് ഭാരതാംബയല്ല, ഇന്ത്യൻ പതാകയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂപടമാണ് ഏന്തേണ്ടതെന്ന് പറയുന്നത്. അല്ല, കാവിക്കോടി ഈ കാവി എന്നുള്ള നിറത്തിനിങ്ങനെ ഈ അയിത്തം കൽപ്പിക്കുന്ന എന്താ? ഇപ്പം നാളെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചുവന്ന കൊടിയില്ലേ, ആ ചുവന്ന കൊടി കണ്ടതുകൊണ്ട് ഇനി റെയിൽവേ സ്റ്റേഷനിൽ ഇതിപ്പം CPM-ൻ്റെ കൊടി തന്നെയാണ് ചുവപ്പ് CPM-ൻ്റെ കൊടിയുടെ നിറം, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രത്തിൻ്റെ പ്രതീകമായി കാണിക്കുന്നതിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നു. രാഷ്ട്രത്തിന് ഇപ്പം അതുപോലെ സംഘാടകർ ഇതിപ്പം നടത്തുന്നത് സർക്കാരല്ല, പത്മനാഭ സേവാ സമിതിയാണ് നടത്തുന്നത്. അവർക്ക് ഈ സങ്കല്പമാണ് അവർ ഭാരത് മാതാവിനെ കാണുന്നത്. അതിലുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതെന്തിനാണ് ഗവൺമെൻറ് എതിർക്കേണ്ട ആവശ്യം? ഈ പോലീസ് വന്നിട്ട് ഇവിടെ ഒരു അടിയന്തരാവസ്ഥേൻ്റെ മറ്റൊരു പ്രതീതി ഉണ്ടാക്കിയ ഇപ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥ പോലെ തന്നെ സ്വന്തമായിട്ട് സംസാരിക്കാൻ, സ്വന്തമായിട്ട് പരിപാടി നടത്താൻ അവസരം നിഷേധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും, ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു ആസൂത്രിതമായ ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ദേശവിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമേ LDF സർക്കാരിൻ്റെ ഈ ഇത്തരം നിലപാടുകൾ ഉപകരിക്കും. സെനറ്റ് ഹാളിൽ വെച്ചതാണ് പ്രശ്നമായി ഉന്നയിക്കുന്നത്. സെനറ്റ് ഹാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് പിന്നെ SFIക്കാർ നടത്തിയ തെമ്മാടിത്തവും ഗുണ്ടായുസവും അല്ലാതെ ഇപ്പോൾ ഇവിടെ സെനറ്റ് ഹാൾ നടക്കുന്നത്. ഇതൊരു അടിയന്തരാവസ്ഥയെക്കുറിച്ചും അതിനെതിരായിട്ട് ഇവിടെ നടന്ന പ്രക്ഷോഭത്തെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പത്മനാഭ സേവാ സമിതി പരിപാടി സംഘടിപ്പിച്ചത്. വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ. ചിത്രം മാറ്റണോ വേണ്ടിയോ എന്നുള്ളത് ഇവിടെ സംഘാടകർ തീരുമാനിക്കും, ഞങ്ങളല്ല. അതേസമയത്ത് ഇത് സർക്കാർ സ്പോൺസേഡ് ദേശവിരുദ്ധ പ്രവർത്തനമാണ്. ഇത് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി LDF നടത്തുന്ന ആസൂത്രണ ശ്രമമാണ്. പരിപാടിയിൽ ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സംഘടനയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ ചിത്രം വച്ചിരിക്കുന്നതെന്നാണ്. അതിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സെനറ്റ് ഹാളിൽ ഇതും എനിക്ക് ആ സംഘം എടുത്തതായിരിക്കും അല്ലേ?
സമിതി എടുത്തതായിരിക്കുമോ? എന്തായാലും അതിൽ കൂടുതൽ വിശദീകരണം ചിത്രം നീക്കാൻ ആവശ്യപ്പെടുമെന്ന് രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരം ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല സെനറ്റ് ഹാളാണ് പ്രതിഷേധങ്ങൾക്ക് വളരെ സാധ്യതയുള്ള ഇടമാണ്.